ഒക്കെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനപദങ്ങൾ തമ്മിലുള്ള അകൽച്ചകളെ മാറ്റിമറിച്ചുവാനാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് ലോകത്തുള്ള ആര് തന്നെയാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും കർത്താവ് സ്നേഹിക്കാനാണ് കർത്താവ് പറയാ. നിന്നെ പീഡിപ്പിക്കുന്ന നിന്നെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീരും. ദൈവത്തിന്റെ മക്കളായി മാറുവാനുള്ള എളുപ്പവഴി യേശു പറഞ്ഞിരിക്കുന്നത് നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുവിനെ സ്നേഹിക്കുകയും പീഡിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകനായി മാറും, ദൈവത്തിന്റെ മകളായി മാറും. ഇതാണ് കർത്താവ് ഇന്ന് ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. ആരെ ഒരു വ്യക്തിയെ പോലും വെറുക്കുവാനോ മാറ്റി നിർത്തുവാനോ സാധ്യമല്ലാത്ത വിധത്തില് കർത്താവ് അടിവരയിട്ട് മനുഷ്യ സ്നേഹത്തിന്റെ ദൈവസ്നേഹത്തിന്റെ കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ കർത്താവ് തന്നെ ശിഷ്യഗണത്തിന് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ വചനത്തിലുടനീളം നമ്മൾ കാണുക. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. ഒരിക്കല് യേശുവിന്റെ ശിഷ്യനായിട്ടുള്ള പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവര് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ വർഗത്തിൽപ്പെട്ട മാത്രമല്ല എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ കടന്നു വരുന്നതായിട്ടാണ് കണ്ടു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരുന്നതായിട്ടാണ് അവർ കണ്ടു. അവര് പാർത്തിക്കാരും മേരിയക്കാരും മെസപ്പൊട്ടേമിയ നിവാസികളും പാമ്പീലിയായാലും കപ്പദോക്കിയയിലും ഉള്ളവരുടെ മേലും മുഴുവനും ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വ്യാപരിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അപ്പോൾ വിജാതിയരെ മാറ്റി നിർത്താൻ പാടില്ലെന്നും വിജാതിയരെന്ന് വിളിക്കപ്പെടുന്നവരെ മാറ്റി നിർത്താൻ പാടുള്ളതല്ല എന്ന് അവർക്ക് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരിക്കല് പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലെയുള്ള ഒരു പാത്രം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ട് പത്രോസ് കണ്ടു.